വറുത്തരച്ച സാമ്പാറിന് ആദ്യമായിട്ട് വേണ്ടത് വെണ്ടക്കായ, ഉരുളക്കിഴങ്ങ്, മുരിങ്ങക്കായ, 2 തക്കാളി, 1 സവാള, ഒരു നുള്ള് പുളി, പിന്നെ കായം ഇത്ര തന്നെ വേണം. പിന്നെ ആവശ്യമായിട്ടുള്ളത് 1 മുറി തേങ്ങ, 4-5 ചെറിയുള്ളി, കുറച്ച് കറിവേപ്പിൻ്റെ ഇല. കുക്കറിലേക്ക് 1/2 കപ്പ് പരിപ്പ് എടുക്കുക. 1/2 കപ്പ് തന്നെ എടുക്കാനായിട്ട് നോക്കണം. കഴുകി വൃത്തിയാക്കുക. നേരത്തെ കാണിച്ച കായം ചേർത്ത് വേവിച്ചെടുക്കാം. പിന്നെ ആവശ്യമായിട്ടുള്ളത് പൊടികളാണ്. മല്ലിപ്പൊടി, മുളക് പൊടി, സാമ്പാർ പൗഡർ, പിന്നെ മഞ്ഞൾപ്പൊടി. ഇത്രയുമാണ് സാമ്പാറിന് ആവശ്യമായ പൊടികൾ. പുളി നമ്മൾ വെള്ളത്തിലിട്ട് കുതിർത്തി വെക്കണം. ശേഷം വെളിച്ചെണ്ണ ചൂടാക്കി അതിലേക്ക് കുറച്ച് ഉലുവ ചേർത്ത് കൊടുക്കാം. ഉലുവ നന്നായി മൂത്ത് വരുമ്പോൾ ചെറിയ ഉള്ളിയും കറിവേപ്പിൻ്റെ ഇലയും ചേർത്ത് കൊടുക്കാം. ശേഷം തേങ്ങ ചേർത്ത് കൊടുക്കുക. നന്നായി ഇളക്കി കൊടുക്കാം. തേങ്ങ നന്നായി കരിഞ്ഞു പോവാതെയും പുകച്ചോര അടിക്കാതെയും ശ്രദ്ധിക്കാനായിട്ട് നോക്കണേ. ഈ തേങ്ങ വറുത്തെടുക്കാനായിട്ട് മാത്രമാണ് കുറച്ച് സമയം പോകുന്നത്. തേങ്ങ വറുത്തെടുത്ത് കഴിഞ്ഞാൽ സാമ്പാർ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോഴേക്കും പരിപ്പ് വെന്ത് കിട്ടിയിട്ടുണ്ട്. തേങ്ങ ഇതുപോലെ വറുത്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ വേണം വറുത്തെടുക്കാനായിട്ട്. വേറൊരു പാത്രത്തിലേക്ക് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. ആ പാത്രത്തിൽ തന്നെ വെണ്ടക്കായ വഴറ്റിയെടുക്കാം. വെണ്ടക്കായ നന്നായി വഴറ്റിയെടുക്കണം. വഴറ്റിയതിന് ശേഷം സവാള ചേർത്ത് കൊടുക്കുക. സവാള നന്നായി വഴറ്റിയെടുക്കുക. അപ്പോഴേക്കും പുളി പിഴിഞ്ഞെടുത്ത് വയ്ക്കാം. സവാളയും നന്നായി വഴറ്റി വന്നിട്ടുണ്ട്. അതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുത്ത് ഒന്നുകൂടി മൂപ്പിച്ചെടുക്കാം. മൂത്ത മണം വരുമ്പോൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് എല്ലാം ചേർത്ത് കൊടുക്കാം. ഒപ്പം ഉപ്പും ചേർത്ത് കൊടുത്ത് പുളിയും ചേർത്ത് കുക്കറിൽ വേവിക്കാനായിട്ട് വയ്ക്കാം. കഷ്ണം ചേർത്തതിന് ശേഷം എല്ലാം ഒന്ന് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം പാകത്തിന് ഉപ്പും പുളിയും ഒക്കെ നോക്കി അടച്ച് വെച്ച് 2 വിസിലടിച്ച് വേവിക്കാം. അപ്പോഴേക്കും തേങ്ങ നൈസായി അരച്ചെടുക്കാം. സാമ്പാർ വറുത്തിടാനായിട്ട് 1 പച്ചമുളകും വറ്റൽമുളകും കറിവേപ്പിൻ്റെ ഇലയുമാണ് എടുത്തിട്ടുള്ളത്. കഷ്ണം വെന്ത് കിട്ടിയിട്ടുണ്ട്. മല്ലിച്ചപ്പും കറിവേപ്പിൻ്റെ ഇലയും കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ശേഷം തേങ്ങ അരച്ചത് ചേർത്ത് കൊടുക്കുക. 2-3 തിള വരുമ്പോൾ തീ ഓഫ് ചെയ്യുക. കറി റെഡിയായിട്ടുണ്ട്. ഇനി കറി താളിച്ചെടുക്കാം. കടുക്, കറിവേപ്പിൻ്റെ ഇല, 1 പച്ചമുളക്, വറ്റൽമുളക് എന്നിവ ചേർത്ത് കറി താളിച്ചെടുത്തിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതുപോലെ സാമ്പാർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി അറിയിക്കണേ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.